ഭണ്ഡാസുരൻ ഒരു അതിസംഹാര ശക്തിയുള്ള അസുരനായിരുന്നു. അയാൾ ബ്രഹ്മദേവനിൽ നിന്ന് ഒരു അനുഗ്രഹം നേടുകയായിരുന്നു. ദേവതകളാൽ താൻ കൊല്ലപ്പെടരുത്, ബ്രഹ്മദേവൻ ശിവാശക്തിയുടെ സ്വരൂപമായ ദേവതയാൽ മാത്രം നീ കൊല്ലപ്പെടും എന്ന് അനുഗ്രഹിച്ചു. അതോടെ ഭണ്ഡാസുരൻ അതിശക്തനായി, ദേവതകളെ തോൽപ്പിച്ചു, യാഗപൂജകളെ നശിപ്പിച്ചു, ലോകം കീഴടക്കി. പരാജയപ്പെട്ട ദേവതകൾ ലളിതാദേവിയോട് പ്രാർത്ഥിച്ചു. ശ്രീചക്രം പ്രകാശിച്ച് അതിനുള്ളിൽ ശ്രീലളിതാദേവി പ്രത്യക്ഷമായി. ദേവി സിംഹാസനേശ്വരി ആയി ശ്രീപുരം എന്ന ദിവ്യലോകത്തിൽ ഭവനം ചെയ്തു. അവളുടെ ശ്രീചക്ര രഥം ദിവ്യമായ ചിന്താമണി ഗ്രഹത്തിൽ തേജസ്സോടെ പ്രത്യക്ഷപ്പെട്ടു. ദേവിയുടെ പാശം, അങ്കുശം, ധനുസ്സും പുഷ്പബാണങ്ങളും ദിവ്യശക്തിയുള്ളവയായിരുന്നു. ഭണ്ഡാസുരനെ സംഹരിക്കാനായി ലളിതാദേവി തന്റെ ബാലസ്വരൂപം സൃഷ്ടിച്ചു, ബാലത്രിപുരസുന്ദരി. ബാലാദേവി ഒരു 9 വയസ്സുള്ള ബാലികയുടെ രൂപത്തിലും അതിരുകളില്ലാത്ത ശക്തിയോടെയും പ്രത്യക്ഷപ്പെട്ടു. അസുരപുത്രന്മാരെ കൊല്ലാൻ അമ്മയുടെ അനുവാദം തേടി. യുദ്ധത്തിൽ ഭണ്ഡാസുരന്റെ 30 പുത്രന്മാരെ അവൾ കൊന്നു. ഭണ്ഡാസുരൻ അനേകം ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ശ്രീലളിതാദേവി അതിനെ എല്ലാം ചെറുക്കുകയും ഭണ്ഡാസുരന്റെ മഹാസേനയെ മഹാപാശുപതാസ്ത്രത്താൽ നശിപ്പിക്കുകയും ചെയ്തു. ഭണ്ഡാസുരൻ നിസ്സഹായനായി മാറിയപ്പോൾ ത്രിപുരസുന്ദരി കാമേശ്വരാസ്ത്രം പ്രയോഗിച്ച് അവനെ സംഹരിച്ചു. അതോടെ ഭണ്ഡാസുരന്റെ രാജധാനിയായ ശൂന്യക നഗരം അഗ്നിയിൽ ആഴ്ന്നു പൂർണ്ണമായി നശിച്ചു. ആത്മീയ സന്ദേശം: അസുരശക്തികൾ എത്ര ശക്തമായാലും ദൈവിക ശക്തിക്ക് മുമ്പിൽ നിലനിൽക്കില്ല.